നമസ്കാരം. ഒരു മധ്യവയസ്സിന് ശേഷം നമുക്ക് ശരീരത്തിലെ പലവിധ സൗന്ദര്യ ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ടുവരാറുണ്ട്. പ്രതിരോധ ശക്തി കുറയുന്നതും മസിലിനൊക്കെ തന്നെ വളരെയധികം കോച്ചിപ്പെടുത്തും, തരിപ്പ്, മരവിപ്പ്, സന്ധികളിലുണ്ടാകുന്ന വേദന, അതുപോലെ ആരോഗ്യപരമായിട്ടുള്ള പ്രമേഹ രോഗസാധ്യതയൊക്കെ ഉള്ളവരാണെങ്കിലും സ്ത്രീകളിലും പുരുഷന്മാരിലും തന്നെ ലൈംഗിക ആരോഗ്യം നശിച്ചു പോകുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടാവാറുണ്ട്. ഇതിൽ നമ്മുടെ ഞരമ്പുകളെയൊക്കെ തന്നെ ഒന്ന് ഉത്തേജിപ്പിക്കുന്ന രീതിയിലും അതുപോലെ ശരീരത്തിന് ഇത്തരം പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനും മസിലിനൊക്കെ തന്നെ ശക്തിയും ബലക്കൂടുതലും ഒക്കെ കിട്ടാനും സഹായിക്കുന്ന വളരെ നല്ലൊരു ഔഷധം നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. ഇതിനെല്ലാം തന്നെ ഈ ഒരൊറ്റ ഔഷധം ശരിയായ അളവിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇതെങ്ങനെ ഉപയോഗിക്കണം എന്താണെന്നൊക്കെ അറിയുന്നതിന് മുൻപ് ഞാൻ ഡോക്ടർ സജിത ദിജിൻ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. കാരണം ഒരുപാടേറെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു ഔഷധ സസ്യം എന്ന് പറയുന്നത് ആയുർവേദത്തിലെ ഒരു വാജീകരണ ദ്രവ്യമായിട്ടാണ് ഉപയോഗിച്ചു വരുന്നത്. പലപ്പോഴും ഇത് ലൈംഗിക പ്രശ്നങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളൊരു തെറ്റിദ്ധാരണയുണ്ട്. അതിന് മാത്രമല്ല, ശരീരത്തിൽ വരുന്ന ഒട്ടനേകം അസുഖങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒന്നാണ് വെളുത്ത മുസലി അല്ലെങ്കിൽ ശ്വേത മുസലി എന്നറിയപ്പെടുന്ന ഈ ഒരു ഔഷധം. ഇത് രണ്ട് രീതിയിലാണ് കിട്ടുന്നതിൽ വെള്ള കളറിൽ എടുക്കുന്ന ഈ ഒരു വെളുത്ത മുസലിയെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഇത് നമുക്ക് ശരീരത്തിലെ വൈറ്റമിൻ ഡിയുടെ കുറവൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കാൽസ്യം കുറവ്, ശരീരത്തിൽ എപ്പോഴും വേദന, നീർക്കെട്ട്, സന്ധികളിൽ ഉണ്ടാവുന്ന വേദന, തരിപ്പ്, മരവിപ്പ്, നാഡികളൊക്കെ ക്ഷയിച്ചു പോകുന്നൊരവസ്ഥ, ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വെളുത്ത മുസലിയെ ഉപയോഗപ്പെടുത്താൻ പറ്റും. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നുകൂടെയാണ്. ആയുർവേദത്തിൽ മഹാവീര്യ വൃദ്ധികര ദ്രവ്യമായിട്ടാണ് പറയുന്നത്. ശരീരത്തിൻ്റെ നാഡീവ്യൂഹത്തിനും മാംസപേശികൾക്കും ഒക്കെ സ്വാഭാവികമായിട്ടുള്ള ബലം നൽകാൻ സഹായിക്കുന്നുണ്ട്. ക്ഷീണം, ദൗർബല്യം ഒക്കെ കുറയ്ക്കാനും ദിവസം മുഴുവൻ ഉണ്ടാവുന്ന ക്ഷീണമൊക്കെ മാറ്റാനും മാംസം, അസ്ഥി, ഇത്തരം ധാതുക്കളൊക്കെ പുഷ്ടിപ്പെടുത്താനും സഹായിക്കുന്നുണ്ട്. ഈ നാഡികളിലെ വാതദോഷം ശമിപ്പിക്കുന്ന ഗുണമുള്ളതിനാൽ തന്നെ ശരീരത്തിലെ വേദന, വീക്കം, ക്ഷയരോഗങ്ങൾക്കും ഒക്കെ സഹായകരമായിട്ടുള്ളതാണ്. ഇതൊരു മേഹഹരമായിട്ടുള്ള ഒരു ഔഷധമായിട്ടാണ് പറയുന്നത്. ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കുന്നതുകൊണ്ട് അമിതദാഹം, ക്ഷീണമൊക്കെ കുറയ്ക്കുന്നുണ്ട്. പ്രമേഹ രോഗികൾക്ക് വളരെ നല്ലതാണ്. മുസലിയിലുള്ള സാപ്പോണിനും ആൻറ്റി ഓക്സിഡൻസും പ്രോട്ടീനും ഒക്കെ ഉള്ളത് അസ്ഥിക്കും സന്ധിക്കും ഒക്കെ ശക്തി നൽകുന്നതുകൊണ്ട് തന്നെ ഇത് പ്രതിരോധ ശക്തി കൂട്ടാൻ സഹായിക്കുന്നുണ്ട്. പിന്നെ വാതപിത്ത ദോഷങ്ങളെയൊക്കെ കുറയ്ക്കുന്നത് കൊണ്ട് തന്നെ പ്രായാധിക്യം കൊണ്ടുള്ള പ്രശ്നങ്ങൾ, ഡൾ സ്കിൻ ഉണ്ടെങ്കിൽ, നല്ല ഡ്രൈ സ്കിന്നുള്ളവർക്ക്, ഇങ്ങനെയുള്ളവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ ലൈംഗിക ആരോഗ്യം ക്ഷയിച്ചു പോയിട്ടുള്ള ആളുകൾക്കാണെങ്കിലും ഇത് ഉപയോഗിക്കുന്നത് പ്രത്യേക രീതിയിൽ തന്നെ ഉപയോഗിക്കണം. അതെങ്ങനെയാണ് എന്നുള്ളതൊന്ന് നോക്കാം. ഒരു 3 മുതൽ 5 ഗ്രാം വരെയൊക്കെ തന്നെ ഈ പൊടി, ശ്വേതമുസലിയുടെ പൊടി എടുത്തു വെച്ച് അത് നമുക്ക് ഒരു ഗ്ലാസ് പാലിൽ നന്നായിട്ട് വേവിച്ചിട്ട് ഇളം ചൂടോടുകൂടി കുടിക്കുന്നത് ഇത്തരം ഞാൻ ഈ പറഞ്ഞിട്ടുള്ള സന്ധിവേദന ബുദ്ധിമുട്ടുകൾക്കും ലൈംഗിക ആരോഗ്യത്തിനും മൊത്തത്തിൽ നമ്മുടെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്ന രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു രീതിയാണ്. ഉദ്ധാരണക്കുറവ്, ശീഘ്രസ്ഖലനം, ലൈംഗിക താല്പര്യക്കുറവ് തുടങ്ങിയവയൊക്കെ പരിഹരിക്കാനും പ്രമേഹ രോഗികളിലെ ലൈംഗിക ശേഷിക്കുറവിനൊക്കെ ഏറെ നല്ലതാണ്. ബീജങ്ങളുടെയൊക്കെ എണ്ണം വർദ്ധിപ്പിക്കാനും ശരീരബലം വർദ്ധിപ്പിക്കാനും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും മൂത്രാശയ രോഗങ്ങൾ, മൂത്രതടസ്സം, മൂത്രം ഒഴുകി പോകുമ്പോഴുണ്ടാവുന്ന ഒരു പുകച്ചിൽ അല്ലെങ്കിൽ നീറ്റിൽ, മൂത്രത്തിൽ രക്തത്തിൻ്റെ അംശം കാണപ്പെടുന്നത്, വെള്ളപ്പോക്ക്, ഇതിനൊക്കെ നല്ലതാണ്. വയറിളക്കത്തിനും വളരെ ഉപയോഗപരമായിട്ടുള്ളതാണ്. ചർമ്മരോഗങ്ങൾക്കും ചർമ്മത്തിലെ പാടുകളൊക്കെ ഇല്ലാതാക്കാനും ചർമ്മത്തിൻ്റെ നിറം വർദ്ധിപ്പിക്കാനൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. പിന്നെ അസ്ഥികളുടെ ഒടിവ്, തേയ്മാനം, പ്രമേഹം, ഇതിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നുകൂടിയാണ്. ഇതുപോലെ മുസലി ചേർത്തുണ്ടാക്കുന്ന ഒരുപാടേറെ ഔഷധ പ്രയോഗങ്ങളുണ്ട്. ഇത് തന്നെ നമുക്ക് സ്ത്രീ രോഗങ്ങളിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന മുസലി ഖതിരാതി കഷായം ഒക്കെ ഉണ്ട്. അതും വെള്ളപ്പോക്ക്, ആർത്തവ തകരാറ്, ആർത്തവ കാലത്തെ അമിത രക്തസ്രാവം, ഇങ്ങനെയുള്ള ചികിത്സയിലൊക്കെ ഈ മുസലി ഖതിരാതി കഷായം ഉപയോഗിക്കുന്നുണ്ട്. പലപ്പോഴും തന്നെ ഇത് പുരുഷന്മാർക്ക് വേണ്ടി മാത്രമുള്ളതാണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണയുണ്ട്. അതല്ല, ഇതുപോലെയുള്ള ആരോഗ്യ പ്രശ്നമുള്ള പല കണ്ടീഷൻസിലും നമ്മളിത് ഉപയോഗിക്കാറുണ്ട്. സ്ത്രീ പുരുഷ ഭേദമന്യേ ഉപയോഗിക്കുന്ന ഒന്നാണ്. ആസ്മ, ശരീര ക്ഷീണം, ഉറക്കക്കുറവ്, ഇത്തരം പ്രശ്നങ്ങളിലും എല്ലാം തന്നെ വിതാര്യാദി ലേഹ്യമൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഇത്തരം ലേഹ്യം തയ്യാറാക്കുന്നതിലും ഉപയോഗിക്കുന്ന ഒന്നാണ് മുസലി. വിഷാദ രോഗം അല്ലെങ്കിൽ സ്ട്രെസ് അധികമായിട്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ, സ്ത്രീ പുരുഷ വന്ധ്യതാ പ്രശ്നങ്ങൾ, ഇതിലൊക്കെ തന്നെ നമ്മൾ അശ്വഗന്ധാരിഷ്ടം പോലുള്ളവയൊക്കെ ഉപയോഗിക്കാറില്ല. അപ്പോൾ ഇതുപോലുള്ള ഔഷധങ്ങളുടെ ഒക്കെ തന്നെ കൂട്ടിൽ ഈ ഒരു മുസലിയെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ശാരീരിക മാനസിക അസ്വാസ്ഥ്യങ്ങളൊക്കെ ഇല്ലാതാക്കാനും ഉത്കണ്ഠ കുറയ്ക്കാനും ഇതുപോലെ സ്ട്രെസ് ഇല്ലാത്തവരായിട്ട് ആരുമില്ല. ഇത്തരമൊരു ആരോഗ്യ മാനസിക സ്ഥിതിയൊക്കെ തന്നെ മെച്ചപ്പെടുത്താൻ ഈ മുസലിയുടെ ഉപയോഗം സഹായിക്കുന്നുണ്ട്. ആൻറ്റി ഓക്സിഡൻസുകളൊക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത്
ശരീരത്തിലെ അണുബാധ കുറയ്ക്കാൻ, വീക്കം കുറയ്ക്കാൻ, നീർവീഴ്ച കുറയ്ക്കാൻ, ഇതുപോലുള്ള ഒരുപാട് ഗുണങ്ങളും തരുന്നുണ്ട്. അപ്പോൾ ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നമ്മളെ സംരക്ഷിക്കാനും കൂടെ സഹായിക്കുന്നതാണ്. ഇത് ഏത് കാര്യത്തിനായാലും നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു രീതി ഞാൻ പറഞ്ഞതുപോലെ ഒരു മാക്സിമം ഒരു 6 ഗ്രാം വരെയൊക്കെ തന്നെ നമുക്ക് പാലിൽ തിളപ്പിച്ചിട്ട് കുടിക്കാനാണ് ഉപയോഗിക്കേണ്ടത്. ഇതിൽ ശ്വാസകോശ സംബന്ധമായിട്ട് വരുന്ന ചില ആസ്മ രോഗികളൊക്കെ ആണെങ്കിൽ അവർക്കും ഇതിലെ അണുബാധയൊക്കെ തടയാനും ഒക്കെ സഹായിക്കുന്നത് കൂടിയാണ്. ആൻറ്റി മൈക്രോബിയൽ ഗുണമുള്ളത് കൊണ്ട് തന്നെ ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും അല്ലെങ്കിൽ ഗ്യാസ് ട്രബിൾ, നെഞ്ചരിച്ചിൽ, പുളിച്ച് തികട്ടൽ പ്രശ്നങ്ങളോ, ദഹനം ശരിയായിട്ട് നടക്കുന്നില്ല, ഇതുപോലുള്ള ബുദ്ധിമുട്ടുകളിലും നമുക്കിതിനെ ഉപയോഗപ്പെടുത്താൻ പറ്റും. ഒരു വെജിറ്റേറിയൻ കൊളാജന് ഉറവിടമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ വെളുത്ത മുസലിയെ പറയാൻ പറ്റും. ചർമ്മത്തിൽ ഉണ്ടാവുന്ന കൊളാജൻ കുറഞ്ഞാൽ നമുക്കൊരു 40 വയസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ചർമ്മത്തിൽ കൊളാജൻ കുറഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ഇത് തന്നെയാണ് നമ്മുടെ തലയോട്ടിയിലും തലമുടി ഒഴിഞ്ഞു പോകാനൊക്കെയുള്ള കൊളാജൻ്റെ കുറവ് ഉണ്ടാവാറുണ്ട്. ഇതിന് നമ്മൾ എക്സ്ട്രാ ഒരു സപ്ലിമെൻറ്റ് മരുന്നായിട്ടൊന്നും എടുക്കുന്നതിന് പകരം ഇതുപോലെയുള്ള ഔഷധങ്ങളെ തന്നെ പ്രകൃതിയിൽ നിന്നും തിരിച്ചറിഞ്ഞ് ഉപയോഗിക്കാൻ പറ്റും. ചർമ്മത്തിലെ ചുളിവുകളൊക്കെ കുറയ്ക്കാനും യുവത്വത്തെ പ്രോത്സാഹിപ്പിക്കാനും സഹായിക്കുന്നതാണ്. അതുപോലെ മുഖത്ത് പെട്ടെന്ന് നമുക്ക് പ്രായാധിക്യം കൊണ്ട് ചുളിവുകൾ വരും എന്നുള്ളത് ഒരു സത്യമായ കാര്യമാണെങ്കിലും അത് നേരത്തെ വരുന്നതൊക്കെ തടയാൻ ഇതുപോലുള്ള ഔഷധ പ്രയോഗങ്ങൾ സഹായിക്കുന്നുണ്ട്. ഇത് പ്രിയപ്പെട്ട നമ്മുടെ പാനീയങ്ങളുടെ കൂട്ടത്തിലോ ഭക്ഷണത്തിന്റെ കൂട്ടത്തിലോ ഒക്കെ ഉൾപ്പെടുത്താം. ചില സ്മൂത്തി അടിക്കുന്ന സമയത്തോ ജ്യൂസ് അടിക്കുന്ന സമയത്തോ ഒക്കെ പാലിൽ തിളപ്പിച്ചിട്ട് തണുത്തതിന് ശേഷം ചേർക്കുന്നവരും ഉണ്ട്. ഈ രീതിയിലൊക്കെ തന്നെ ഉള്ളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ശരീരത്തിലുണ്ടാവുന്ന ആരോഗ്യപരമായിട്ടുണ്ടാവുന്ന ഇത്തരം മാറ്റങ്ങൾക്കൊക്കെ തന്നെയുള്ള ഒരു പ്രതിവിധിയായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ മാനസിക ആരോഗ്യമാണ്. ഈ സ്ട്രെസ്സിന് കുറയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള വളരെ നല്ലൊരു ഔഷധമാണ് അശ്വഗന്ധ പോലെ തന്നെ. അതുപോലെ നമ്മൾ അശ്വഗന്ധ മാത്രമല്ല ശിലാജിത് പോലുള്ള ഔഷധങ്ങളുടെ കൂടെയൊക്കെ തന്നെ ഇത് ഉപയോഗപ്പെടുത്തുമ്പോൾ ഇത് പല കാര്യങ്ങൾക്ക് പല രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ശിലാജിതിനെ കുറിച്ചിട്ടൊക്കെ തന്നെ പലരും ഡൗട്ട് ചോദിക്കുന്നതാണ്. അതിനെക്കുറിച്ച് വീഡിയോ താല്പര്യമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ ഉടനെ ഒരു വീഡിയോ ചെയ്യാവുന്നതുമാണ്. ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ ഒത്തിരി ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ള ഒരു പരിഹാര മാർഗമായിട്ട് ഉപയോഗിക്കാവുന്ന ഔഷധത്തെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളതായിരിക്കും. പലരും തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്നത് പുരുഷന്മാർക്ക് മാത്രമായിട്ടുള്ള ഒരു ഔഷധമാണ്, ഒരു വാജീകരണ ഔഷധം മാത്രമാണ് എന്നുള്ളതാണ്. അത് മാത്രമല്ല ഇത്രയേറെ ഗുണങ്ങളൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കാനുള്ള ഒരു വീഡിയോ ആണ്. മറ്റുള്ളവർക്കും കൂടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നല്ലൊരു വിഷയമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.